ഹലോ കൂട്ടുകാരെ, അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. നമ്മുടെ സ്റ്റഡി പ്ലാൻ പ്രകാരം ക്ലാസ്സുകൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വാസമുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 2025 50-ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവി വയലാർ രാമവർമ്മ. 2025 50-ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവിയാണ് വയലാർ രാമവർമ്മ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ശുഭാംശു ശുക്ല എത്ര ദിവസം അവിടെ ചിലവിട്ടതിനു ശേഷമാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്? 18 ദിവസം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ശുഭാംശു ശുക്ല എത്ര ദിവസം അവിടെ ചിലവിട്ടതിനു ശേഷമാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്? 18 ദിവസം. ആക്സിയം 4-ന്റെ ഭാഗമായിട്ട് ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് എന്ന്? 2025 ജൂൺ 25. ആക്സിയം 4-ന്റെ ഭാഗമായി ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് എന്ന്? 2025 ജൂൺ 25. ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ ദിവസം? 2025 ജൂലൈ 15. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്? ആനമല കടുവാ സങ്കേതം. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ആനമല കടുവാ സങ്കേതം. സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ വൻ പ്രക്ഷോഭം ഉണ്ടായ ഇന്ത്യയുടെ അയൽ രാജ്യമാണ് നേപ്പാൾ. സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ വൻ പ്രക്ഷോഭമുണ്ടായ ഇന്ത്യയുടെ അയൽ രാജ്യമാണ് നേപ്പാൾ. നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് സുശീല കാർക്കി. നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് സുശീല കാർക്കി. കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്തുന്നതിനായിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സ്ക്വയർലാൻഡ്. കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി കണ്ടെത്തുന്നതിനായിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സ്ക്വയർലാൻഡ്. ഇന്ത്യയിലെ ആദ്യ ആൻറ്റി ട്രോൺ തുറമുഖമാണ് കാണ്ട്ല. കാണ്ട്ല തുറമുഖത്തിൻ്റെ ഇപ്പോഴത്തെ പേര് ദീൻ ദയാൽ പോർട്ട്. വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നീക്കം ചെയ്യാൻ തീരുമാനിച്ച രാജ്യമാണ് ഡെൻമാർക്ക്. വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നീക്കം ചെയ്യാൻ തീരുമാനിച്ച രാജ്യമാണ് ഡെൻമാർക്ക്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടുന്ന എത്രാമത്തെ മലയാള നടനാണ് മോഹൻലാൽ? 1-ാമത്തെ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടുന്ന എത്രാമത്തെ മലയാള നടനാണ് മോഹൻലാൽ എന്ന് ചോദിച്ചാൽ 1-ാമത്തെ. എത്രാമത്തെ മലയാളി എന്ന് ചോദിച്ചാൽ 2-ാമത്തെയാണ്. ചെനാബ് റെയിൽവേ പാലം രാജ്യത്തിന് സമർപ്പിച്ചതെന്ന്? 2025 ജൂൺ 6. ചെനാബ് റെയിൽവേ പാലം രാജ്യത്തിന് സമർപ്പിച്ചതെന്ന്? 2025 ജൂൺ 6. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തതെന്ന്? 2025 ഏപ്രിൽ 6. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തതെന്ന്? 2025 ഏപ്രിൽ 6. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതെന്ന്? 2025 മെയ് 2. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതെന്ന്? 2025 മെയ് 2. 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് മേഘാലയ. ISROയുടെ 100ാമത്തെ വിക്ഷേപണമായ NVS-02 വിക്ഷേപിച്ചത് 2025 ജനുവരി 29. ISROയുടെ 100ാമത്തെ വിക്ഷേപണമായ NVS-02 വിക്ഷേപിച്ചത് 2025 ജനുവരി 29. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്താണ് പുല്ലമ്പാറ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്താണ് പുല്ലമ്പാറ. 2025 ISRO ഏത് വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്? ഗഗൻയാൻ വർഷം. 2025 ISRO ഏത് വർഷമായിട്ടാണ് ആചരിക്കാൻ തീരുമാനിച്ചത്? ഗഗൻയാൻ വർഷം. ഇന്ത്യയുടെ 58ാമത് ടൈഗർ റിസർവാണ് മാധവ് നാഷണൽ പാർക്ക്. ഇന്ത്യയുടെ 58ാമത് ടൈഗർ റിസർവാണ് മാധവ് നാഷണൽ പാർക്ക്. 2025 മെയ് മാസത്തിൽ ചെസ് നിരോധിച്ച രാജ്യം അഫ്ഗാനിസ്ഥാൻ. 2025 മെയ് മാസത്തിൽ ചെസ് നിരോധിച്ച രാജ്യം അഫ്ഗാനിസ്ഥാൻ.
2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദൻ. പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദൻ. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ വിയ്യാപുരം ചുണ്ടൻ. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ വിയ്യാപുരം ചുണ്ടൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM സ്ഥാപിച്ച ട്രെയിനാണ് പഞ്ചവടി എക്സ്പ്രസ്. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിനാണ് പഞ്ചവടി എക്സ്പ്രസ്. 2025 49ാമത് വയലാർ അവാർഡിന് അർഹനായത് E സന്തോഷ് കുമാർ തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ്. തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ്. 2025 ലോക ജലദിന പ്രമേയം ഹിമാനി സംരക്ഷണം. 2025 ലോക ജലദിന പ്രമേയം ഹിമാനി സംരക്ഷണം. 2025 യോഗാ ദിന പ്രമേയം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. 2025 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ലാസ്ലോ ക്രിസ്നഹോർക്കെ ഹംഗറിക്കാരിയാണ്. 2025 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ലാസ്ലോ ക്രിസ്നഹോർക്കെ. 2025 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് മരിയ കൊറീന മച്ചാഡോ വെനിസ്വലക്കാരിയാണ്. 2025 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് മരിയ കൊറീന മച്ചാഡോ. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയായത് റിയോ ഡി ജനീറോ ബ്രസീൽ. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യ. 2025 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഇന്ത്യയും ശ്രീലങ്കയുമാണ്. 2025 17ാമത് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായ രാജ്യം UAE. 2026 ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയാകുന്നത് അമേരിക്ക, കാനഡ, മെക്സിക്കോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായി റിവിഷൻ ചെയ്യുക. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, ബൈ.